ഓക്കെ, വെൽക്കം. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എക്സ്പെരിമെൻറ്റ് 7 ആണ്. അതായത് ടു അനലൈസ് നെറ്റ്വർക്ക് ട്രാഫിക് ബിഹേവിയർ യൂസിങ് സിസ്കോ പാക്കറ്റ് ട്രേസർ ഇൻ 2 സെനാരിയോസ്. ഒന്ന്, ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ദ ഡിവൈസ് ഡിഫറെൻറ്റ് സബ്നെറ്റ് കനോട്ട് ബി കമ്മ്യൂണിക്കേറ്റ് വിത്തൗട്ട് എ റൈറ്റ് പ്രോഗ്രാം. സെനാരിയോ 2, ഷോ ഹൗ ഡിവൈസസ് ദ സെയിം സബ്നെറ്റ് കമ്മ്യൂണിക്കേറ്റ് വയ 2 സ്വിച്ചസ് വിത്ത് DHCP സെർവർ. ഇതായത് നമുക്ക് നോക്കാനുള്ള 2 സെനാരിയോ ആണുള്ളത്. ഒന്ന് സെനാരിയോ 1 എന്ന് പറയുന്നത് ഒരേ സ്വിച്ചിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 സബ്നെറ്റുകൾ കൊടുക്കുന്നു. ഒരു സെയിം സ്വിച്ച് തന്നെ, ഒരു സിംഗിൾ സ്വിച്ച് തന്നെ യൂസ് ചെയ്യുന്നു. അതിൻ്റെ അത് 2 സബ്നെറ്റുകൾ എത്തുന്നു. അതായത് ആദ്യത്തെ 2 PC 1 ഡോട്ടിലും വരും, 1 ഡോട്ട് നെറ്റ്വർക്കിലും വരും. രണ്ടാമത്തെ സ്വിച്ച് 2 ഡോട്ട് വരുന്ന നെറ്റ്വർക്കിലും വരും. ഇങ്ങനെ 2 നെറ്റ്വർക്കായിട്ട് നമ്മളൊരു സെയിം സ്വിച്ച് തന്നെ വെക്കുന്നു. എന്നിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നാണ്. അതായത് PC0 ടു PC1, PC0 ടു PC2 അത് ഫെയിൽ ആവണം. അതാണ് നമ്മുടെ സെനാരിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ആദ്യം പാക്കറ്റ് ട്രേസറിലേക്ക് പോകാം. ഇപ്പോൾ നമുക്കിത് പാക്കറ്റ് ട്രേസർ എടുത്ത് നമുക്ക് ആദ്യം ഇവിടെ ഇത് നെറ്റ്വർക്ക് ഡിവൈസസ് ആണ്. അതിൻ്റെ താഴെ ഇവിടെ റൗട്ടറുകൾ ഉണ്ടാവും. റൗട്ടർ നമ്മൾ ഈ ഒരു ലെവൽ ചെയ്യുന്നില്ല. സ്വിച്ചസിലേക്ക് മാറ്റിയതിന് ശേഷം 2960 എന്നൊരു സ്വിച്ച് ഞാൻ എടുത്ത് ഇവിടെ വെക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ എൻഡ് ഡിവൈസസ് എന്ന ടാബിലേക്ക് മാറ്റുന്നു. താഴെ എൻഡ് ഡിവൈസ് എന്ന ടാബിലേക്ക് മാറ്റുന്നു. ഇവിടെ ഒരുപാട് എൻഡ് ഡിവൈസുകളുണ്ട്. ഓക്കെ, PC, ലാപ്ടോപ്പ്, സെർവേഴ്സ് ഒക്കെ ഉണ്ട്. ഞാനിതിൽ നിന്നും ഒരു PC എടുക്കുന്നു. PC0 പ്ലേസ് ചെയ്യുന്നു. രണ്ടാമത് PC1 പ്ലേസ് ചെയ്യുന്നു. മൂന്നാമത് PC2 പ്ലേസ് ചെയ്യുന്നു. നാലാമത് PC3 പ്ലേസ് ചെയ്യുന്നു. നമ്മൾ 4 സെനാരിയോയിൽ പറഞ്ഞ 4 PC നമ്മൾ എന്ത് ചെയ്തു, വെച്ചു. അതിനുശേഷം ഇവിടെ ടാബ് പോയി ഈ ഒരു കണക്ഷൻസ് എന്ന ഒരു ടാബ് പോകുന്നു. അതിനുശേഷം സ്ട്രൈറ്റ് ത്രൂ ആയിട്ടുള്ള കേബിൾ എടുക്കുന്നു. ആദ്യം PCയിൽ വെക്കുന്നു. ഫാസ്റ്റ് ഇഥർനെറ്റ് 0 എന്ന കേബിൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഫാസ്റ്റ് ഇഥർനെറ്റ് 1 പോർട്ടിൽ കൊടുക്കും. സ്വിച്ചിൻ്റെ 1ാമത്തെ പോർട്ടിൽ കൊടുക്കുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കണക്ഷൻ എടുക്കുന്നു. അത് 2ാമത്തെ പോർട്ടിലാണ് ഇനിയുള്ള അവൈലബിൾ, അവിടെ കണക്ട് ചെയ്യുന്നു. ഇനി ഞാൻ വീണ്ടും ഒരു കേബിൾ എടുക്കുന്നു. അത് ഇവിടെ കണക്ട് ചെയ്ത് അതിനുശേഷം 3ാമത്തെ പോർട്ടിൽ കണക്ട് ചെയ്യണം. അതിനുശേഷം 3ാമത്തെ PC എടുക്കുന്നു. അവിടുന്ന് ഫാസ്റ്റ് ഇഥർനെറ്റിൽ നിന്ന് പോർട്ട് എടുക്കുന്നു. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, 4ാമത്തെ പോർട്ട് കഴിയുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്തു. ഇനി നമ്മൾ നോക്കുമ്പോൾ സിസ്റ്റത്തിനൊന്നും ഇവിടെ IP അഡ്രസ് വന്നിട്ടില്ല. ലിങ്ക് IP അഡ്രസ് എന്ന് പറയുമ്പോൾ ലിങ്ക് അപ്പാണ്, പക്ഷേ IP അഡ്രസ് നോട്ട് സെറ്റാണ്. എല്ലാ PCയുടെയും അവസ്ഥ അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ IP അഡ്രസ് സെറ്റ് ചെയ്യണം. IP അഡ്രസ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഈ PC ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ കോൺഫിഗ് ഇവിടെ കൊടുത്ത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, IP അഡ്രസ് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഡെസ്ക്ടോപ്പ് പോകുന്നു. ഡെസ്ക്ടോപ്പ് എന്ന ടാബിൽ പോയതിന് ശേഷം IP കോൺഫിഗറേഷൻ എടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് IP അഡ്രസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ IP അഡ്രസ് 192.168.1.2 1 എന്ന നെറ്റ്വർക്കിൽ വരുന്ന ഒരു എന്ത് ചെയ്തു, ഒരു IP അഡ്രസ് കൊടുത്തു. ഓക്കെ, ബാക്കിയൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇതിനിപ്പോൾ IP അഡ്രസ് സെറ്റ് ചെയ്ത് ഈ ടാബ് ക്ലോസ് ചെയ്ത് സേവ് ചെയ്തു. ഓക്കെ, ഓട്ടോമാറ്റിക് സേവ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്തു. ഇപ്പം ഞാൻ ഈ ഒരു PCയുടെ 1.2 IP അഡ്രസ്സ് സെറ്റായിട്ട് കാണാം. നമുക്ക് അവിടെ IP അഡ്രസ് 1.2 എന്ന് കാണാം. ഓക്കെ, ഇനി 2ാമത്തെ PC എടുക്കുന്നു. ഞാൻ അവിടുന്ന് IP അഡ്രസ് എന്ത് ചെയ്യുന്നത്, 192.168.1.3 കൊടുക്കുന്നു. സബ്നെറ്റ് മാസ്ക് 255 എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ലീവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്
192.1.3 എന്ന ഒരു IP അഡ്രസ് സെറ്റ് ചെയ്യണം. ഇനി നമ്മൾ സെനാരിയോ പറയുന്ന സെനാരിയോയിൽ പറയുന്നത് ഇനി 2ഉം 3ഉം കൊടുത്തതിന് 2 നിന്നും 10ഉം 12ഉം കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. 2 ഡോട്ടിൽ എനിക്ക് 21682 എന്ന നെറ്റ്വർക്കിൽ വരുന്ന ഞാൻ 10 കൊടുക്കുന്നു. അവിടെ 10 കൊടുക്കാനാവുന്നത് എനിക്ക് 5, 2, 3 ഒക്കെ കൊടുക്കാം. എത്ര വേണമെങ്കിലും കൊടുക്കാം. 100 വേണമെങ്കിലും കൊടുക്കാം, 120 വേണമെങ്കിലും കൊടുക്കാം. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് മാറുന്നതുകൊണ്ട് പ്രശ്നമല്ല. കാരണം 255 255 ആണല്ലോ വരുന്നത്. അപ്പോൾ ഇത്രയും ബിറ്റാണ് നെറ്റ്വർക്കിന് പോകുന്നത് എന്നതാണ് ഈ 255 എന്ത്. അപ്പോൾ ഇത്രയും ബിറ്റിൽ നിന്ന് ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് പോലും നെറ്റ്വർക്ക് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ 192 പകരം 193 ആയിക്കഴിഞ്ഞാലും നെറ്റ്വർക്ക് മാറും. 168 63 ആയിക്കഴിഞ്ഞാലും നെറ്റ്വർക്ക് മാറും. ഈ 1 പകരം 4 ആയിക്കഴിഞ്ഞാലും നെറ്റ്വർക്ക് മാറും. അപ്പോൾ ഇത്രയും ബിറ്റ് എന്ത് ചെയ്യുന്നു, നെറ്റ്വർക്ക് അതായത് 255 കാണിച്ചിടത്തോളം ബിറ്റില്ല എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും ഈ നെറ്റ്വർക്ക് മാറിപ്പോൾ ഈ 0 ഇട്ടെടുത്തതാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര മാറിക്കഴിഞ്ഞാലും എന്തില്ല, നെറ്റ്വർക്ക് മാറില്ല. ആ ഒരു കൺസെപ്റ്റാണ് ഇതിൽ നമ്മൾ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടത്. 14 എത്ര ആണെങ്കിലും നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ സെനാരിയോയിൽ പറഞ്ഞത് 10 ആയതുകൊണ്ട് 10 കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് IP സെറ്റായി നോക്കാം. ഓക്കെ, അതിനുശേഷം അടുത്ത ഡെസ്ക്ടോപ്പിൽ വരുന്നു IP കൊടുക്കുന്നു. 192.168.1.12 കൊടുക്കുന്നു. ദെൻ സെയിം ആകുന്നു. അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ നേരത്തെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കണക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് എടുത്തു കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നു. പിങ് 192.168.1.3 എന്ത് ചെയ്യുന്നു, 1 എന്ന് പിങ് ചെയ്യുന്നു. ഓക്കെ, അപ്പം അതുപോലെ നിന്ന് റീപ്ലൈ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, പിങ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റീപ്ലൈ വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കോൺഫിഗർ ചെയ്യുന്നു. IP കോൺഫിഗർ ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ IP അഡ്രസ് ഇവിടെ കാണിക്കുന്നത് 192.168.1.2 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, 3ലേക്ക് ഇവിടുന്ന് പിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ ചെക്ക് ചെയ്യുന്നത് PC 0യിൽ നിന്നും PC 2യിലേക്കാണ് പിങ് ചെയ്യുന്നത്. അത് 192.2ൽ നിന്നും 10ലേക്ക് എന്ത് ചെയ്യുന്നു, പിങ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആക്ച്വലി ഇവിടെ നമുക്ക് പിങ് ആവുന്നില്ല. അതിനർത്ഥം നമ്മൾ ഒരേ സ്വിച്ചിൽ തന്നെയാണ് കണക്ട് ചെയ്തത്. PC ഒന്നാമത്തെ പോർട്ടിലും PC 3 കണക്ട് ചെയ്തിരിക്കുന്നത് 3ാമത്തെ പോർട്ടിലും ഒരേ സ്വിച്ചിൽ തന്നെ ആയിട്ടും നമ്മൾ 2 സബ്നെറ്റ് വയ്ക്കുന്നു, അല്ലെങ്കിൽ 2 നെറ്റ്വർക്ക് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ഈ ഒരു ലാബിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമുക്ക് ഇങ്ങനെ പിങ് ചെയ്ത് നോക്കുന്നതിന് പകരം ഇവിടെ മെസ്സേജ് എന്ന ഈ ഒരു ഓപ്ഷൻ എടുത്ത് ഇവിടെ നിന്ന് ഇവിടേക്ക് പിങ് ചെയ്യുന്നത്. അപ്പോൾ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ അടിയിൽ. ഓക്കെ, പിന്നെ ഒന്നുകൂടെ എടുത്ത് ഇവിടെ നിന്ന് PC 2ലേക്ക് പിങ് ചെയ്യുന്നു. ഇൻ പ്രോഗ്രസ് ഫെയിൽഡായി. ഇവിടെ നിന്നും തിരിച്ച് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, സക്സസ്ഫുൾ ആണ്. ഓക്കെ, ഇനി PC 1ൽ പോകുന്നു. PC 2ലേക്ക് പോകുന്നു. ഇൻ പ്രോഗ്രസ് ഫെയിൽഡായിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിങ് ആവുന്നുണ്ടോ, കണക്ഷൻ ഉണ്ടോ നോക്കാം. PC 2 PC 3. ഓക്കെ, ഇവിടെ നമ്മൾ IP അഡ്രസ് 1 കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ അതായത് നേരത്തെ അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു, PC ഇവിടെ നിന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. സക്സസ്ഫുൾ. അതായത് ഈ 4ാമത്തെ ഇതിനെ IP അഡ്രസ് കൊടുത്തത് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, തിരിച്ച് നമ്മൾ പറഞ്ഞ 1 അല്ലായിരുന്നു 2 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, PC 2 PC 3 എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സിമുലേഷൻ ഒന്ന് എടുത്തു നോക്കാം.
നമുക്ക് സിമുലേഷനൊക്കെ റിയൽ ടൈം തന്നെ യൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇപ്പം നിറഞ്ഞിരിക്കുന്ന ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ്, ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് നോക്കാനുള്ളത്. പിങ് ആവുന്നില്ല, കണ്ടോ, ഫെയിൽഡാണ്. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇൻ പ്രോഗ്രസ് ഫെയിൽഡ് ആവുന്നു, സക്സസ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരേ സ്വിച്ചിൽ തന്നെ 4 സിസ്റ്റം നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിന് 2 നെറ്റ്വർക്കിൽ കൊടുക്കുന്നു. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ സബ്നെറ്റ് മാസ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് IP അഡ്രസ്സിൻ്റെ ഒരു ക്ലാസ് സെപ്പറേറ്റ് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ചാനലിൽ തന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കാണുന്നതായിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോക്ക്. ഇത് ഒരു 1 നെറ്റ്വർക്കാണ്. 192.168 1 നെറ്റ്വർക്കാണ്. 1 നെറ്റ്വർക്ക്. ഓ, ഇതൊരു 2 നെറ്റ്വർക്കാണ്. അതായത് ഈ 192 നെറ്റ്വർക്ക് എന്ന് പറയുന്നത് 192, 192.168 2 ഡോട്ട് ഇത് പറയുന്നതാണ്. അപ്പോൾ 192.168 ഇത്രയും എന്താണ് ഇതിൻ്റെ നെറ്റ്വർക്ക് ബിറ്റുകളാണ്. ഈ നെറ്റ്വർക്ക് ബിറ്റിൽ നിന്ന് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാറും. ഹോസ്റ്റ് ബിറ്റിൽ നിന്ന് എത്ര മാറിക്കഴിഞ്ഞാലും ആ ഹോസ്റ്റ് മാറില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ. നമുക്ക് IP അഡ്രസ് നോക്കുമ്പോൾ കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെനാരിയോ ആണ് ചെയ്യാനുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം. അടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ന്യൂ എടുക്കുന്നു. അടുത്ത് നമുക്ക് സെനാരിയോ പറയുക. അത് സെയിം സബ്നെറ്റ് വിത്ത് DHCP സെർവറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2 സ്വിച്ച്, അതായത് 2 സ്വിച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. 2 or 3 സ്വിച്ച് ഉള്ളത് കൊണ്ട് നമുക്ക് നെറ്റ്വർക്ക് സെപ്പറേറ്റ് ആവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ഈ ഒരു സ്വിച്ച് 0 എന്ത് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ലാബ് എന്ന് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം ഒരു ഹാർഡ്വെയർ ലാബ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ 2 ലാബിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്വിച്ച് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 2 സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഇവിടെ വെക്കുന്നു. ഒരു 2 സിസ്റ്റം ഹാർഡ്വെയർ ലാബിലും വെക്കുന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പാസിൽ നിന്ന് വന്ന് വെക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, എടുക്കുന്നു, 2ാമത്തെ പോർട്ട് എടുക്കുന്നു. ഇവിടെ PC കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ 1ാമത്തെ പോർട്ട് എടുക്കുന്നു. ഇവിടെ 2ാമത്തെ പോർട്ട് എടുക്കുന്നു. PC 3യിൽ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവനക്കൊന്നും IP അഡ്രസ്സ് ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു 2 സ്വിച്ചുകൾ തമ്മിൽ, ഈ ഒരു കണക്ഷൻ വേണമല്ലോ, 2 സ്വിച്ചുകൾ തമ്മിൽ, അതിന് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ മാനേജബിൾ സ്വിച്ച് ആണെങ്കിൽ, പഴയ സ്വിച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രോസ് ഓവർ യൂസ് ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്താൽ മതി, അതായത് സ്ഥൈറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഫാസ്റ്റ് ഇഥർനെറ്റ് 24 കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ജിഗാബിറ്റ് ഇഥർനെറ്റിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ, സ്വിച്ചുകൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ജിഗാബിറ്റ് ഇഥർനെറ്റ്. അപ്പോൾ അത് കുറച്ച് ഫാസ്റ്റ് ലൈൻ ആയിരിക്കും. അതല്ല, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് റിമൂവ് ചെയ്തിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം സാധാ 24ൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, 2 രീതിയിൽ നമുക്കത് സ്വിച്ചുകൾ തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, നല്ല ട്രാഫിക്കിനനുസരിച്ചാണ് നമ്മളത് റിയൽ ടൈം ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും നമ്മൾ കണക്ഷൻ ചെയ്ത് വെച്ചു. ഇപ്പോൾ നമുക്കിനി ഇവിടെ പോയി അതിന് ശേഷം കോൺഫിഗറേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ DHCP ആക്കി കളയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ DHCP ആക്കുന്നു. ഇവിടെ DHCP ആക്കുന്നു. റിക്വസ്റ്റിംഗ് IP അഡ്രസ്സ് എന്ന് കാണിക്കുന്നു. അതിനുശേഷം അത് ഫെയിലായി കഴിഞ്ഞാൽ, DHCP ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് അപ്പീപ്പ എന്നൊരു IP അഡ്രസ് 169.254 എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പീപ്പ എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക് പ്രൈവറ്റ് IP എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായ രൂപം. ഇത്
അപ്പോൾ ഇപ്പം വിൻഡോസ് സിസ്റ്റങ്ങളിലാണ് പൊതുവെ വരുന്നത്. ലിനക്സിൽ വരുന്നത് വേറൊരു പേരിലാണ്. ഓക്കെ, അത് പറയുന്നുണ്ട് മാനുവലി. അതായത് DHCPയുടെ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിനക്സ് അവാഹി ഓട്ടോ IPD എന്നാണ് അതിൻ്റെ ഒരു പാക്കേജിനെ. അത് വെച്ചിട്ടാണ് മുമ്പ് ഇതൊരു ഈ ഒരു അൺഅവൈലബിളായി. അപ്പോൾ ഇപ്പോൾ വരുന്നൊരു 192.169.254.0.0 ആണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, നമുക്കത് കണ്ടു. നമുക്ക് അപ്പോൾ ഇപ്പോൾ വരുന്നത് കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇതിനൊരു DHCP സെർവറിനെ കണക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ഡിവൈസ് എടുക്കുന്നു, അതിൽ സെർവർ എടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സെർവർ സോഫ്റ്റ്വെയർ ലാബിൽ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഫാസ്റ്റ് കറണ്ടിൽ വെക്കുന്നു. ഇതിൻ്റെ 22 പോർട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ വേണ്ട പോർട്ട് 10 എന്ത് ചെയ്യുന്നു, ഞാൻ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം കോൺഫിഗറേഷൻ എടുക്കുന്നു. സർവീസസിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, DHCP സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ DHCP ഡെസ്ക്ടോപ്പ് എടുക്കുന്നു. ആദ്യം സെർവറിന് ഒരു IP അഡ്രസ് സെറ്റ് ചെയ്യുന്നു. അത് ഞാൻ സ്റ്റാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, 192.168. നമുക്ക് മാനുവൽ പറയുന്ന IP റേഞ്ച് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് 200 ആണ് IP DHCP സെർവറിന് കൊടുക്കുന്നത്. IP അഡ്രസ് നമുക്ക് 1.10.110 വരെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ എന്ത് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, 192.168 1.200 എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, സെർവറിന് എന്ത് ചെയ്തു, IP അഡ്രസ് എന്ത് ചെയ്തു, കോൺഫിഗറേഷൻ ചെയ്തു. സെർവറിന് IP കിട്ടി. ഓക്കെ, 200 എന്ന IP അഡ്രസ് ഇവിടെ എന്ത് ചെയ്തു, സെർവർ കിട്ടി. അപ്പം ഞാൻ ഇവിടെ ഇതിൻ്റെ പേര് മാറ്റുന്നു, DHCP സെർവർ. ഓക്കെ, ഇപ്പോൾ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ സെർവർ DHCP സെർവർ അതിനതിൻ്റെ സർവീസർ തന്നെയാണ്. ഓക്കെ, അത് എന്ത് ചെയ്യുന്നു, സർവീസസ് പോകുന്നു. ഇവിടെ ഒരുപാട് സർവീസുകളുണ്ട്. നമുക്ക് ഇവിടെ റിയൽ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എന്താ പറയുക, ഇതിൻ്റെ HTTP സർവീസാണ്. അതായത് വെബ് പേജൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന സർവീസാണ് എന്ത്, HTTP. നമുക്കത് അടുത്ത ഇതിൽ റിയൽ സെനാരിയോ നോക്കാനുള്ളതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് എന്ത്, DHCP എന്നൊരു സർവീസ് ഉണ്ട്, ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോകോൾ. അതായത് നമ്മൾ നേരത്തെ മാനുവലായിട്ട് ഓരോ IP അഡ്രസ് ഇങ്ങനെ കൊടുത്തു വന്നതാണ്. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു IP അഡ്രസ് അസൈൻ ചെയ്യാൻ, അത് കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ നോക്കാനൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഒരു ഡിഫോൾട്ട് 192.168.1.1 കൊടുക്കുന്നു. അതായത് നമ്മൾ ഡിഫോൾട്ട് ഗേറ്റ്വേ ഈ നെറ്റ്വർക്കിൽ നിന്നും ഒന്നും എന്താ പറയുക, നമ്മളെ IP അഡ്രസ് റിക്വസ്റ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ളതാണ് ഡിഫാൾട്ട് ഗേറ്റ്വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് IP അഡ്രസ് ഇവിടെ 10 കൊടുക്കുന്നു. 1.10 കൊടുക്കുന്നു. ഇതാണ് നമ്മളതിൻ്റെ നെറ്റ് 100 യൂസേഴ്സാണ് കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം ഇവിടെ സേവ് അടിക്കുന്നു. നമ്മുടെ എന്ത് ചെയ്തു, നമ്മുടെ IP അഡ്രസ്സിൻ്റെ പോള് ശരിയായി. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സർവീസ് എന്ത് ചെയ്യുന്നു, ഓൺ ചെയ്യും. ഓക്കെ, ഇത് ഓൺ ചെയ്യാതെ മറന്നു വരുത്. സർവീസ് ഓൺ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ആക്കിയില്ല. അപ്പോൾ സർവീസ് എന്ത് ചെയ്തു, ഓൺ ചെയ്തു. ഓക്കെ, സർവീസ് ഓൺ ചെയ്തായിരിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, PC 1 പോകുന്നു. IP അഡ്രസ് ഇതിന് DHCP നേരത്തെ DHCP ഫെയിലായിരുന്നു. ഇപ്പോൾ 192.168.1.10 എന്ന IP അഡ്രസ് അസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, കോൺഫിഗറേഷനിൽ പോകുന്നു, ഇവിടെ DHCP ആകുന്നു. ഓക്കെ, ജസ്റ്റ് DHCP ആക്കിയത് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, 11ാമത്തെ IP അഡ്രസ് ഇതിന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ IP അഡ്രസ്സിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കാം. IP അഡ്രസ് ചെയ്യുന്നു, DHCP വരുന്നു, റിക്വസ്റ്റ്. ഓക്കെ, ഇവിടെ എനിക്ക് എന്ത് ചെയ്തു, 12 എന്ന IP അഡ്രസ് കിട്ടി. ഓക്കെ, ഇത് നമ്മൾ ഇനി ഇവിടെ പോയി ഞാൻ എന്ത് ചെയ്യുന്നു, കോൺഫിഗറേഷനിൽ പോയി DHCP ആകുന്നു. ഓക്കെ, 13 എന്ന IP അഡ്രസ് എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റത്തിനും കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് IP അഡ്രസ് അസൈൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഒരു ലാപ്ടോപ്പ് കൊണ്ടുപോയി കണക്ട് ചെയ്ത് നോക്കാം ഏതെങ്കിലും ഒരു ഇതിലേക്ക്. ഞാനൊരു 2 ലാപ്ടോപ്പ് എടുക്കുന്നു. ശേഷം ലാപ്ടോപ്പിലേക്ക് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ലാപ്ടോപ്പ് നമ്മൾ കൊണ്ടുപോയി ഈ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മളിനി ഇതിനർത്ഥം ഒറ്റ
ഒറ്റ നെറ്റ്വർക്ക് ആണെങ്കിൽ, ഇത് രണ്ടും ഒറ്റ നെറ്റ്വർക്കാണ്, 2 സ്വിച്ച് ആണെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും എന്നുള്ളതാണ് ഈ ഒരു എക്സസൈസിൽ നമുക്ക്. ഇത് നമ്മൾ ഈ മൊത്തം ഈ ഒരു ലാബിൽ സബ്നെറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സബ്നെറ്റിലെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഈ 2 എക്സ്പെരിമെൻ്റ് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചത്. ഓക്കെ, ഒരേ സ്വിച്ചിൽ നിന്നാണ് 2 സബ്നെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ പ്രൂവ് ചെയ്യാൻ ഈ മാനുവലിൽ പറയുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 2 ലാപ്ടോപ്പ് എടുക്കുന്നതിന് എന്ത് ചെയ്യുന്നു, കോൺഫിഗറേഷൻ പോകുന്നു, DHCP കൊടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു, DHCP ആക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് IP അഡ്രസ്സ് നോക്കാം. 15ഉം 14ഉം 15ഉം ആയിട്ട് എന്ത് ചെയ്യുന്നു, എനിക്ക് IP അഡ്രസ്സുകൾ എന്ത് ചെയ്യുന്നു, കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി കമ്മ്യൂണിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ഇവിടുത്തെ പിങ് ഇങ്ങനെ പോയി കമാൻഡ് പ്രോംപ്റ്റ് പോയി പിങ് ചെയ്യാം. പിങ് 192.168.1.14. ഓക്കെ, പിങ് ചെയ്യുന്നുണ്ട്. അതായത് 14 എന്നത് ഒരു ലാപ്ടോപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. 14 ഒരു ലാപ്ടോപ്പാണ്. ഇനി നമുക്ക് ഇവിടുന്ന് മെസ്സേജ് തന്നെ കൊടുത്തു പോകാം, ലാപ്ടോപ്പിലേക്ക് കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുൾ ആണ്. അതിനുശേഷം ഇവിടുന്ന് ഈ ഒരു ഹാർഡ്വെയർ ലാബിലുള്ള ലാപ്ടോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഹാർഡ്വെയർ ലാബിലെ PC3. ഓക്കെ, അതും സക്സസ്ഫുൾ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ഏത് നെറ്റ്വർക്ക്, ഈ കണക്ട് ചെയ്യപ്പെട്ട ഏത് സിസ്റ്റത്തിലേക്കാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് എന്ത് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ പാക്കറ്റ് ഡാറ്റ ഫ്ലോ കാണാനുള്ളതാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ്. ജസ്റ്റ് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ സിമുലേറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ഏരിയയിലുള്ളത് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് ആ ഒരു ബാക്ക് ഫ്ലോ പോകുന്നത് കാണാം. ഓക്കെ, ഒരു പാക്കറ്റ് ഫ്ലോ എന്ത് ചെയ്യാം പോകുന്നത് കാണാം. ഒറ്റ പിങ്ങാണ്. ഈ സിമുലേഷനൊക്കെ നമ്മൾ റിയൽ ടൈം ആണ് യൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം അത് കുറച്ചുകൂടെ നമുക്ക് കൺസിബിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പാക്കറ്റ് ട്രേസർ യൂസ് ചെയ്ത് കാണാനുള്ള ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.